ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാവട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മെ ശുചീകരിക്കാനോ ക്രമപ്പെടുത്താനോ ഒക്കെ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ എത്തിച്ചതും ഇവിടെ എത്തിക്കാൻ പ്രേരണയായി നിന്നതുമൊക്കെ നമ്മുടെ ഞാനെന്ന ബോധമാണ്. ഞാനെന്ന ബോധത്തോടൊപ്പം ഞാനെന്ന ഭാവവും കൂടെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അത് ശരിയാകണം, ശുചിയാകണം എന്നൊക്കെ നമ്മളിൽ ചിലർക്കെങ്കിലും നേരിട്ടല്ലാതെ തന്നെ ബോധ്യവും വന്നിട്ടുണ്ട്. ആ ബോധ്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഞാനെന്ന അഹത്തെയും ഞാനെന്ന ഭാവമുണ്ടല്ലോ, അഹന്ത എന്ന് പറയുന്നത്, അതിനെയും തമ്മിലുള്ള ഒരു താരതമ്യം, ഇതിനെ ശുചീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: ഈഗോ ഈസ് നോട്ട് ഈഗോട്ടിസം. പ്യൂരിഫൈ ഈഗോ ടു ലിവ് ട്രൂ. ക്ഷയോഗ ഷോസ് ദ വേ. അഹന്തയല്ല അഹം. അഹം എന്നത് ഏതൊരു സൃഷ്ടിയുടെയും പ്രാഥമിക ഘടനാ നിർദ്ധരണിയാണ്. നാം ജീവിച്ച് ലോകവുമായി ഇടപെടുമ്പോൾ ആ പ്രാഥമിക അഹത്തിൽ പുതിയ ആശയങ്ങളും അനുഭവങ്ങളും കൂടി വന്നു ചേർന്ന് ഒരു നവരൂപത്തിലേക്ക് വികസിപ്പിക്കുന്നു. എന്നാൽ ഈ വികസനം അതിര് കടക്കുമ്പോൾ അഹം അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം നഷ്ടപ്പെടുത്തി സൃഷ്ടിയുടെ യഥാർത്ഥ വാസനയെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ വീർപ്പിക്കപ്പെട്ട വക്രീകരിച്ച അഹമാണ് അഹന്ത. യഥാർത്ഥ അസ്തിത്വത്തിന്റെ ഉദ്ദേശ്യം നിറവേറ്റുവാനായി സത്ത അതിലെ മാനസിക മാലിന്യമായി തീരുന്ന അഹന്തയെ സമയാസമയങ്ങളിൽ പുറന്തള്ളി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. പരിസ്ഥിതി ആത്മീയതയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ശുചീകരണ പ്രക്രിയയെ പിന്തുണയ്ക്കുവാനായി ഉദ്ദേശിച്ചവയാണ്. കാരണം അവ സ്വാവബോധം, സമഗ്രബോധം, കരുണ, ആന്തരിക മൂല്യ ആദരവ് എന്നിവയിൽ അധിഷ്ഠിതമാണ്. ഒളിമ്പസ് നൽകുന്ന ക്ഷയോഗ സാധന അഹത്തിന്റെ ശുദ്ധിയെ നിലനിർത്താനും അസ്തിത്വത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തോട് ചേർത്ത് നിർത്തുവാനും സഹായിക്കുന്ന സമഗ്ര സാധനാ പഠനമാണ്. ക്ഷയോഗ സാധനയിലേക്ക് സ്വാഗതം. ഇതാണ് ഇന്നത്തെ പ്രമേയം. അഹം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഇവിടെ ഈ വേദിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ക്ഷയോഗ സാധനയുടെ പ്രാധാന്യത്തെ അറിയാൻ വേണ്ടി നമ്മൾ അഹം എന്നുള്ളതൊരു ടൂളായിട്ട് എടുത്തു എന്നത് മാത്രം ആണുള്ളത്. നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈഗോ ഈസ് നോട്ട് ഈഗോട്ടിസം. ഈഗോട്ടിസം ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അഹവും അഹന്തയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അഹമായി മാറുന്നത് എപ്പോഴാണ്? ഈ അഹം എന്നുള്ളത് എന്താ സത്യത്തില്? ഇവിടെ ഒരു സൃഷ്ടി ഉണ്ടാവുകയാണ്, ഏതെങ്കിലും ഒരു ജീവി ഉണ്ടാവുകയാണ്. ആ ജീവിക്കൊരു പർപ്പസ് ഉണ്ടാവും. അത് വ്യവസ്ഥാ നിയമവും അറിയുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഉപരിവ്യവസ്ഥയുടെ അകത്താണ് ഉപവ്യവസ്ഥ. എന്റെ ശരീരത്തിനകത്താണ് എന്റെ അവയവങ്ങളെല്ലാം അവിടെ സ്ഥാനത്ത് ഉണ്ടാകുന്നതിന് കൃത്യമായ ഒരു ഉദ്ദേശ്യം, പർപ്പസ് ഉണ്ട്. അതുപോലെ ഭൂമിക്കകത്ത്, ഭൂമി എന്ന മഹാശരീരത്തിനകത്ത് ഞാൻ ഇവിടെ ഉണ്ടാകുന്നതിന് കൃത്യമായ ഒരു പർപ്പസ് ഉണ്ടാവും. ഈ പർപ്പസ് എന്റേതല്ല, അത് ഭൂമിയുടെയാണ്. ഭൂമി കരുതുന്നതാണ്, ഭൂമിക്ക് വേണ്ടി ഉരുവാകപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് നടപ്പിലാകണമെങ്കിൽ, ഈ പർപ്പസ് എന്നുള്ളത് ഒരു എന്താ പറയാ, ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള, തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു ലീനഭാസമാണ്, അല്ലെങ്കിൽ പ്രതിലീനമായിട്ടുള്ള ഒന്നാണ്. പ്രതിലീനമായിട്ടുള്ള പ്രതിഭാസമാണെന്ന് പറയാം. പ്രതിഭാസം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രതിലീനം എന്ന് വെച്ചാൽ തെളിഞ്ഞു കാണാത്ത ഉള്ളിൽ കിടക്കുന്ന സ്വഭാവവിശേഷമാണ് പ്രതിലീനം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കിടക്കുന്ന ഒന്നാണ്. അതൊരു പ്രേരണയായിട്ടോ ഒരു ശക്തിയായിട്ടോ ഒരു നിർദ്ദേശമായിട്ടോ ഒക്കെ നമുക്ക് കണക്കാക്കാം. ഈ നിർദ്ദേശം എന്നുള്ളത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളോട് അത് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചെയ്യൂ എന്ന് പറയുന്ന നിർദ്ദേശം നിങ്ങളിൽ നൽകുന്ന ഒരു പ്രേരണയുണ്ട്.
ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങുന്നു എന്നുള്ളത്. അപ്പൊ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീണ്ടും വിചാരം, അപ്പൊ എവിടെയാണ് ചെയ്യേണ്ടത്, എത്രത്തോളമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവ്, ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ബോധം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ബോധം പരമമായ ബോധത്തിന്റെ ഒരു പ്രദേശത്ത് ആണ് ആ ബോധം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് വിവക്ഷിക്കാം. പിന്നീട് അതിനെ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ വിശദീകരിക്കുകയും ചെയ്യാം. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു നിർദ്ദേശം തരികയാണ്, അവിടെ ഒന്ന് വൃത്തിയാക്കൂ, അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം ചെയ്യൂ എന്ന് ഞാൻ നിർദ്ദേശം തരുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടെന്നും ആ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും ഒക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സജ്ജീകരിക്കണം. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പാടൂര് പോയി, അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ പാടൂര് പോയി ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണമോ, എന്തെല്ലാം ഒരുക്കങ്ങൾ വേണമോ, അവിടെ എത്ര നാൾ നിൽക്കേണ്ടി വരുമോ, അവിടെ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമോ, അവിടെ 10 ദിവസം നിൽക്കണമെങ്കിൽ 10 ദിവസത്തേക്ക് വേണ്ടത് ഭക്ഷണം വെക്കേണ്ടി വരുമല്ലോ, അതിനെന്ത് ചെയ്യണമെന്നും ഇങ്ങനെയുള്ള സർവ്വ കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ശരീരത്തിന് എന്തെല്ലാം ചെയ്യണോ, ശരീരത്തിന്റെ പർപ്പസ് എന്തൊക്കെയാണോ, ആ ശരീരത്തിന്റെ ഉദ്ദേശ്യത്തിനനുസരിച്ച് ആയിരിക്കും ശരീരഘടന ഉണ്ടാവുക. അപ്പൊ ആ ഘടന ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ഒരുക്കമുണ്ട്. ഞാൻ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ. അപ്പോ ഞാൻ ഇങ്ങനെയാണ് ആകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ധാരണയാണ് ആദ്യം ഉണ്ടാകുന്നത്. അതാണ് സത്യത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഞാൻ. അതിനെയാണ് അഹം എന്ന് പറയുന്നത്. അപ്പോൾ അഹം എന്നത് ഏതൊരു സൃഷ്ടിയുടെയും പ്രാഥമിക ഘടനാ നിർദ്ധരണിയാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചറിന്റെ ആൽഗോരിതമാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോ ആ ഈഗോ ആണ് ആദ്യം ഉണ്ടാകുന്നത്. സത്ത ഉണ്ടാകുന്നതിന് മുമ്പേ ആ ഈഗോ ആണ് ആദ്യം ഉണ്ടാകുന്നത്, അക്കോർഡിംഗ് ടു ഇക്കോ സ്പിരിച്വാലിറ്റി. ഈ ഈഗോ ഉണ്ടായി കഴിഞ്ഞിട്ട് നാം ജീവിക്കുന്നു. ഈഗോ ഉണ്ടായി, ആ ഈഗോ ഉണ്ടായതിനനുസരിച്ച് ശരീരമുണ്ടായി. ശരീരത്തെ ജീവൻ എന്നുള്ളത് പ്രതിഭാസം ഉപയോഗിച്ചിട്ട് ശരീരത്തിന്റെ ചുറ്റുപാടുമുള്ള ഘടകങ്ങളെല്ലാം സ്വാംശീകരിച്ച് ഒരു ശരീരഘടനയെ ക്രിയേറ്റ് ചെയ്ത് ശരീരത്തെ ക്രിയേറ്റ് ചെയ്തു. ആ ശരീരം ജീവിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ലോകവുമായി ഇടപെടുന്ന സമയത്ത് ഈ പ്രാഥമികമായിട്ടുള്ള അഹമുണ്ടല്ലോ, അഹത്തിന്റെ മുകളിൽ പുതിയ ആശയങ്ങൾ വന്നു ചേരും. ഇപ്പൊ ഞാൻ ഇവിടത്തേക്ക് നിങ്ങളെ പറഞ്ഞു വിട്ടു ഒരു കാര്യം ചെയ്യാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ഞാൻ ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കിയത് മാത്രമല്ല അവിടുത്തെ സാഹചര്യങ്ങൾ. അവിടെ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ പ്രത്യേക സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നു, അവിടെ പുതിയ ആശയങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ നിങ്ങളുടെ നിയോഗമുണ്ടല്ലോ, നിങ്ങളെ എന്തിനാണോ നിയോഗിച്ചിട്ടുള്ളത് ആ നിയോഗത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അനുമാനം, നിങ്ങളുടെ അറിവെന്ന് പറയുന്നതിൽ മാറ്റം വരും. അപ്പോ അത് നിങ്ങളെ ഏത് ജോലിയാണോ നിയോഗിച്ചിട്ടുള്ളത് ആ ജോലിക്കനുസരിച്ചിട്ടുള്ള നിയുക്തതയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ആ ജോലി കുറച്ച് നാളെ ചെയ്തു കഴിഞ്ഞാലോ, ഇപ്പൊ ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾ പാടൂര് എന്നുള്ള സ്ഥലത്ത് ആ നമ്മുടെ ഇക്കോ വില്ലേജിന്റെ ലൊക്കേഷനിൽ നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ നിയുക്തരാകുന്നു. അവിടെ വേറെ ആരുമില്ല, നിങ്ങളാണ് പോകുന്നത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ നിയുക്തരാവുകയാണ്. അങ്ങനെ നിയുക്തരായി നിങ്ങൾ അവിടെ ചെന്നത് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ മാത്രമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ മാത്രമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ അധികാരം എന്ന് പറയുന്നത്, അതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. അവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും നിങ്ങളുടെ അധികാരപരിധിയെ കുറിച്ചുമുള്ള നിങ്ങളുടെ തോന്നൽ, അതിന് വികാസം ഉണ്ടാവും. ഞാൻ ആണ് അതിനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്റെ അധികാരപരിധിയിലും എന്റെ നിയന്ത്രണത്തിലുമാണ് അത് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നത് പ്രായോഗികമായി നടപ്പിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങളാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത്തരം തോന്നൽ നമ്മുടെ ഉള്ളില് ഒരു വല്ലാത്ത വികാസം ഉണ്ടാക്കും. ഞാൻ എന്നുള്ള ഈഗോയെ ഒരു വല്ലാത്ത വികാസാവസ്ഥയിൽ കൂടെ കൊണ്ടുപോകും. അത് സത്യത്തിൽ ഈ യഥാർത്ഥ വാസനയെ, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള തോന്നലുണ്ടല്ലോ, ആ തോന്നലിന്റെ പ്രേരണയെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങും. ഈ ഈഗോ എന്നുള്ളത് അല്ലെങ്കിൽ അഹം എന്നുള്ളത് വികസിക്കും, അത് തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ഊതി വീർപ്പിക്കപ്പെട്ട, ഇങ്ങനെ ഇത്രയും ഒരു സാധനത്തിനെ ഊതിക്കഴിഞ്ഞാൽ ബലൂൺ ഊതുന്ന പോലെ ഇങ്ങനെ വികസിച്ചു വരും. ഇങ്ങനെ വികസിക്കപ്പെട്ട, വീർപ്പിക്കപ്പെട്ട, വക്രീകരിച്ചിട്ടുള്ള, അതിന്റെ ഘടനയിലൊക്കെ മാറ്റം വരും. ആ വക്രീകരിക്കപ്പെട്ടിട്ടുള്ള അഹമാണ് അഹന്ത എന്ന് പറയുന്നത്.
അപ്പോ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണോ ഉണ്ടാകുന്നത് അതിന്റെ ആ നിയോഗങ്ങൾ തന്നിട്ടുള്ള നിയോഗങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ആ ഏൽപ്പിക്കുന്നതിന്റെ ആദ്യ രൂപമാണ് അഹം എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ പോലും ഇല്ല. ആ അഹത്തിനനുസരിച്ചാണ് നിങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. അപ്പൊ അഹമാണ് സത്യത്തിൽ പ്രൈമറി ആയിട്ട് നിങ്ങളുടെ ആൽഗോരിതം എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ തീരുമാനം അഹത്തിലാണ് ഉണ്ടാകുന്നത്. അഹം ജീവിത ചുറ്റുപാടുകളുമായിട്ട് ഇടപെട്ട് വരുന്ന സമയത്ത് അതിനുണ്ടാകുന്ന വികാസം, അതിനുണ്ടാവുന്ന ഊതിവീർപ്പിക്കപ്പെടൽ, അതിനുണ്ടാവുന്ന വക്രീകരണം, ഇതെല്ലാം കൊണ്ട് അവിടെ ഉണ്ടാവുന്ന അഹത്തിനുണ്ടാവുന്ന ഭേദങ്ങളെയാണ്, ആ ഭേദം വന്ന അഹത്തെയാണ് നമ്മൾ അഹന്ത എന്ന് പറയുന്നത്. ഈ അഹന്ത ഉണ്ടാവുന്ന സമയത്ത് അത് ശരീരത്തിന് ഉണ്ടാക്കുന്ന അപകടങ്ങൾ പലതാണ്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഇത്രയും കാലം കൊണ്ട് എത്ര ഭക്ഷണം കഴിച്ചു? ആ കഴിച്ച ഭക്ഷണമൊക്കെ ചയാപചയ പ്രവർത്തനത്തിലൂടെ, മെറ്റാബോളിക് ആക്ടിവിറ്റിയോടെ ശരീരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ശരീരത്തിന്റെ മെറ്റാബോളിക് വേസ്റ്റുകളെയും കഴിച്ച ഭക്ഷണത്തിന്റെ മാലിന്യങ്ങളെയും നമ്മൾ വെളിയിലേക്ക് തള്ളുന്നുമുണ്ട്. മൂത്രം വഴി, മലം വഴി, ശ്വാസം വഴി നമ്മൾ വെളിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അങ്ങനെ തള്ളിയത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇപ്പോഴും ഒരു സ്റ്റേബിലിറ്റി ഉള്ളത്. തള്ളിയിട്ടില്ലെങ്കിലോ, ശരീരത്തിന് വിസർജന പ്രക്രിയ നടന്നിട്ടില്ലെങ്കിലോ, വിസർജന പ്രക്രിയ നടന്നില്ല ശരീരം ഒരു വല്ലാതെ വളരും. ഒരു പ്രത്യേക പരിധി കഴിയുന്ന സമയത്ത് പിന്നെ വളരാൻ പറ്റാതെ ഇത് വിസ്ഫോടനത്തിലൂടെ കടന്നു പോകും. അതുപോലെ യഥാർത്ഥ അസ്തിത്വത്തിന്റെ ഉദ്ദേശം നിറവേറ്റാനുമായി സത്ത അതിലെ മാനസിക മാലിന്യമായി തീരുന്ന അഹന്തയെ സമയാസമയങ്ങളിൽ പുറന്തള്ളി ശുചീകരിക്കേണ്ടതുണ്ട്. അതാത് സമയങ്ങളിൽ നമ്മൾ ഈ അഹത്തെ നമ്മൾ വെളിയിലേക്ക് കളയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അഹത്തെ ഈ ആണവമലം എന്ന് പറയുന്നത്. ആണവമലം, അഹം എന്ന മലം, ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്നുണ്ടാവുന്ന മലം, അത് മലമാണ്. അത് വെളിയിലേക്ക് കളയേണ്ടതാണ്. ഞാൻ എന്നുള്ളത് അകത്തേക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ എന്നുള്ളത് എന്നെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്, എനിക്ക് തടസ്സമാകാൻ വേണ്ടിയുള്ളതല്ല. അതുപോലെ തന്നെ അഹന്തയെ നമ്മൾ സമയാസമയങ്ങളിൽ പുറത്തു തള്ളി ശുചീകരിക്കണം. ഈ ആണവമലത്തെ, മലമാണത്, ആണവമലത്തെ പുറത്താക്കി ശുചീകരിക്കേണ്ടതുണ്ട്. ഞാൻ സത്യസന്ധനായിരിക്കണം എന്നൊരു ആദർശം നല്ലതാണ്. പക്ഷെ ഞാൻ സത്യസന്ധനാണെന്നുള്ള വൃഥാഭിമാനം ആണവമലമാണ്. ഞാൻ നല്ലത് ചെയ്യണം എന്നുള്ളത് നല്ലതാണ്. ഞാൻ നല്ലതേ ചെയ്യൂ എന്ന ഭാവം, എനിക്ക് തെറ്റുപറ്റാതിരിക്കണം എന്നുള്ളത് നല്ലതാണ്. ഞാൻ തെറ്റുപറ്റാത്ത ഒരാളാണെന്നുള്ള ഭാവം, അത് സൂക്ഷിക്കാനുള്ള പ്രവണത, ഇത് ആണവമലമാണ്. ഈ നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ പ്രാക്ടീസുകൾ ഉണ്ടല്ലോ. നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നു, എൻവയോൺമെന്റൽ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നു. ഇക്കോ സ്പിരിച്വാലിറ്റിയിൽ പരിസ്ഥിതി ആത്മീയതയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ശുചീകരണ പ്രക്രിയയാണ് ഉണ്ടാക്കുന്നത്. എല്ലാ സാധനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ അഹം എന്നുള്ളത് പ്യൂരിഫൈ ചെയ്ത് വരണം. കാരണം ഈ നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് സ്വാവബോധത്തെയാണ്. ഞാൻ ആര് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധത്തെയാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ സമഗ്ര ബോധത്തെക്കുറിച്ചാണ്, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, ചുറ്റുപാടിനെ കുറിച്ച്, നമ്മുടെ പരിസരത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് ഒക്കെ തന്നെ സമഗ്ര ബോധമാണ് തരുന്നത്. അത് തമ്മിൽ ഉളവാക്കുന്നത് ചുറ്റുപാടുമായിട്ട് അനുരൂപപ്പെടാനുള്ള, ചുറ്റുപാടിനെ കൃത്യമായി സ്വീകരിച്ച് അതിനോട് അനുകമ്പയോടുകൂടി ഇടപെടാനുള്ള ഒരു വഴിയാണ് തരുന്നത്. കരുണയാണ് നമ്മൾ തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഓരോന്നിനുമുള്ള ആന്തരിക മൂല്യത്തെ, അപ്പൊ എന്റെ മുന്നിൽ ഒരു പട്ടിക്കുട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ കറിവേപ്പില ചെടി നിൽക്കുന്നു. ആ കറിവേപ്പില ചെടി, അല്ലെങ്കിൽ നമ്മളെ മനുഷ്യര് പാൽച്ചെടി എന്ന് വിളിക്കുന്ന ഒരു ചെടി നിൽക്കുന്നു. ആ ചെടിയുടെ ആന്തരിക മൂല്യത്തെ ആദരിക്കാനുള്ള കഴിവാണ് ഉണ്ടാക്കുന്നത്. ഇക്കോ സ്പിരിച്വൽ പ്രാക്ടീസുകളെല്ലാം തന്നെ അത്തരം വികാരങ്ങളിൽ സ്വാവബോധത്തെ, സമഗ്രബോധത്തെ, കരുണയെ, ആന്തരിക മൂല്യ ആദരവിനെയും ഒക്കെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ, ഇതിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഈ ഒളിമ്പസ് നൽകുന്ന ചയോഗ സാധന അഹത്തിന്റെ ശുദ്ധിയെ നിലനിർത്താനും അസ്തിത്വത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തോട് ചേർത്ത് നിർത്താനും സഹായിക്കുന്ന ഒന്നാണ്. ചയോഗ സാധന എന്ന് വെച്ചാൽ കയ്യും കാലും പൊക്കി ആടലും മാത്രമല്ല. ചയോഗ സാധന നമുക്ക് കൃത്യമായൊരു ബോധം തരുന്നുണ്ട്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തിന്റെ ഗതിവിഗതികളെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത്, ഇതിൽ ശ്രദ്ധ വായിക്കുന്നതാണ്. അല്ലാണ്ട് കയ്യും കാലും പൊക്കി ഒരു ഡാൻസ് ചെയ്യുകയല്ല ചയോഗ സാധന എന്ന് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അവബോധം എവിടെയെല്ലാം പോകേണ്ടതുണ്ട്, എവിടെയെല്ലാം എത്തേണ്ടതുണ്ട്, എന്തിനെയെല്ലാം അറിയേണ്ടതുണ്ട് എന്ന ബോധം, അതിനെ സമഗ്രമായി കാണുന്ന ബോധം,
അതിനോടെല്ലാം കരുണയോടെ ഇടപെടുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ എല്ലാത്തിനെയും അതിന്റെ ഇൻട്രൻസിക് വാല്യൂവിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ആ ഒരു വീക്ഷണം, ഇവയെല്ലാം തന്നെ നമ്മൾ ഈ പ്രാക്ടിക്കൽ സെഷനിലൂടെ ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ നേടുകയാണ് ചെയ്തത്. അപ്പോ ഈ ഒരു പ്രാക്ടീസ് വഴി നമുക്ക് അതിലേക്ക് നേടാൻ പറ്റും. അതായത് ചയോഗ സാധന എന്ന് വെച്ചാൽ ഇക്കോ സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. അതിനെ ഫിസിക്കാലിറ്റിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, പ്രാക്ടിക്കാലിറ്റിയിലാണ് നമ്മൾ അതിനെ കൊണ്ട് എത്തിക്കുന്നത്. അതൊരു സമഗ്ര അവബോധമായി നമ്മളെ വളർത്തിയെടുക്കുന്നത്. അതിലൂടെ ഈ അഹംത എന്ന് പറയുന്നത്, ഈഗോട്ടിസം എന്ന് പറയുന്നതിനെ നമ്മൾ ഒഴിവാക്കി ക്ലീൻ ചെയ്ത് ഹൈജീനിക്കലി നമ്മുടെ എക്സിസ്റ്റൻസിനെ നിലനിർത്തും. അങ്ങനെ നിലനിർത്തുന്ന സമയത്ത് സ്വാഭാവികമായും ദ പ്യുവർ ഈഗോ വിൽ എക്സിസ്റ്റ്. ആ പ്യുവർ ഈഗോ എക്സിസ്റ്റ് ചെയ്യലാണ് നമ്മുടെ ആവശ്യം. ഈഗോട്ടിസത്തെ ഒഴിവാക്കി പ്യുവർ ഈഗോയിലേക്ക് ആയിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ കഴിയുക, നമ്മുടെ ധർമ്മങ്ങളെ കേൾക്കാൻ കഴിയുക, ആ ധർമ്മങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുക. ആ കഴിവിലേക്ക് എത്താൻ ചയോഗ സാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.